നാം പാടിയതുപോലെ ഇതൊന്നും അനുഭവിക്കാൻ യാതൊരു യോഗ്യതയും നമുക്കില്ല. എങ്കിലും ദൈവം നമ്മളെ നടത്തുന്നതിനായി സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. എത്ര സ്തുതിച്ചാലും ആ ദൈവത്തിൻ്റെ നന്മകൾ വർണ്ണിച്ചാലും ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് മതി വരികയില്ല. കാരണം എണ്ണമില്ലാത്ത നന്മകൾ അവൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തന്നിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. പലതും നമ്മൾ അറിഞ്ഞിട്ടില്ല, പലതും നമ്മൾ അറിഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. അറിയാത്തതും അറിഞ്ഞതുമായ എല്ലാ നന്മകൾക്കായി കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം കർത്താവേ, നന്ദിയോടെ സ്തോത്രം കർത്താവേ. നീ ഞങ്ങളുടെ മേൽ പകർന്ന എല്ലാ നന്മകൾക്കായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 2-3 പേർ ദൈവത്തിൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവരുടെ നടുവിൽ ഞാനുണ്ട്. ഇന്ന് രാത്രി കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. അവൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് പറഞ്ഞ ദൂത്, ഹല്ലേലൂയ സ്തോത്രം, അത് ഇന്ന് രാത്രി ആരോടാണ് എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന് പറയാനുള്ളത് ഒരു വ്യക്തിയോടാണെങ്കിലും പറയുവാൻ, ഹല്ലേലൂയ, ദൈവം പറഞ്ഞാൽ നാം പറയുവാൻ ബാധ്യസ്ഥര. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുവാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അത് നമ്മളെ ചെയ്യുന്ന പ്രവർത്തികൾ, അതിൻ്റെ പ്രവർത്തികൾ ചെയ്യുവാൻ നമ്മുടെ ഹൃദയത്തെ അനുവദിക്കണം. ഹല്ലേലൂയ സ്തോത്രം. മുറിക്കേണ്ടത് മുറിക്കുവാൻ, അറുത്തു മാറ്റേണ്ടത് അറുത്തു മാറ്റുവാൻ, വിട്ടുപോരേണ്ടത് വിട്ടുപോരുവാൻ, ദൈവവചനം പറയുന്നതിനനുസരിച്ച് ക്രമീകരിച്ചുകൊണ്ട് വേണം ഇന്ന് രാത്രി നമ്മൾ കടന്നു പോകുവാൻ. ഹല്ലേലൂയ സ്തോത്രം. അതിനുവേണ്ടി സമർപ്പിച്ച് ഹല്ലേലൂയ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് അബ്രഹാം പ്രാപിച്ച 7 നന്മകളെ പറ്റിയാണ്. അബ്രഹാം പ്രാപിച്ച 7 നന്മകൾ പഠിച്ചോ? ഏതൊക്കെയാണ് 7 നന്മകൾ അബ്രഹാം പ്രാപിച്ചത്? ഉൽപ്പത്തി 12-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിക്കുന്ന 7 അനുഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? 1, ഞാൻ നിന്നെ വലിയൊരു ഞാൻ നിന്നെ വലിയൊരു 2, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. 3, ഞാൻ നിന്റെ പേർ വലുതാക്കും. 4, നീ ഒരു അനുഗ്രഹമായിരിക്കും. 5, നിന്നെ അനുഗ്രഹിക്കുന്നവരെ 6 എന്തുവാ? 7-ാമത്തത്, നിന്നാൽ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ അബ്രഹാം ആ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യം, അബ്രഹാം എവിടെയായിരുന്നു? ഏത് സ്ഥലത്തായിരുന്നു? അല്ല, അബ്രഹാം ഏത് സ്ഥലത്ത് വെച്ചാണ് ഈ അനുഗ്രഹം പ്രാപിക്കുന്നത്? എത്രാമത്തെ വയസ്സിലാണ് ഈ അനുഗ്രഹം പ്രാപിക്കുന്നത്? 75-ാമത്തെ വയസ്സിൽ അബ്രഹാം അനുഗ്രഹം പ്രാപിക്കുമ്പോൾ അബ്രഹാം ഹാരാനിൽ പാർത്തിരിക്കുകയാണ്. ഊരിൽ നിന്ന് തന്റെ അപ്പനായ തേരഹ് കനാനിലേക്കാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി. അങ്ങനെ വന്ന് ഹാരാനിൽ പാർത്തുകൊണ്ടിരുന്നപ്പോ തേരഹ് 205 വയസ്സുള്ളപ്പോൾ തേരഹ് മരിച്ചുപോയി. അവിടെ വെച്ച് ദൈവം അവനോട് ഉടമ്പടി ചെയ്യുന്നു. ദൈവം അവനോട് വാഗ്ദത്തം കൽപ്പിക്കുന്നു. അങ്ങനെ ഹാരാനിൽ നിന്ന് അബ്രഹാം തന്റെ ഭാര്യ സാറ, ലോത്ത്, മക്കൾ, തന്റെ ദാസീദാസന്മാർ, ഒട്ടകങ്ങൾ, ആടുകൾ തുടങ്ങിയ സമ്പത്തുമായിട്ട് ദൈവ വിളി കേട്ട് അവിടെ നാം വായിക്കുന്ന ഒരു വാക്കുണ്ട്, അബ്രഹാം ദൈവം പറഞ്ഞതുപോലെ പുറപ്പെട്ടു. അങ്ങനെയാ എഴുതിയിരിക്കുന്നത്. ആമേൻ. ആ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 12-ന്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. ഇന്ന് രാത്രി കർത്താവ് പറയുന്നത് പോലെ ചെയ്താൽ, ഹല്ലേലൂയ സ്തോത്രം, ഈ 7 അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കാം. ഹല്ലേലൂയ സ്തോത്രം. സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദൈവം അനുഗ്രഹിച്ചാൽ പിന്നെ വേറൊരാൾ അനുഗ്രഹിക്കേണ്ട കാര്യമില്ല. പണ്ട് നാട്ടില് നിങ്ങൾക്കറിയാം, ബൈക്കൊക്കെ ഓടിക്കുന്നവർക്കറിയാം, ഈ ചേതക്കൊക്കെ ഓടിച്ചിട്ട് ബുള്ളറ്റ് ഓടിക്കുമ്പോൾ പിന്നെ കുറച്ച് നാൾ ബുള്ളറ്റ് ഓടിച്ചു കഴിഞ്ഞ് വീണ്ടും ചേതക്ക് ഓടിച്ചാൽ എങ്ങനെ ഇരിക്കും? എല്ലും പുറത്ത് ഇരിക്കുന്ന പോലെ ഇരിക്കും, ഇല്ലേ? അല്ലെങ്കിൽ വലിയൊരു വണ്ടി ഓടിച്ച ആള് ഒരു ദിവസം ഒരു കൊച്ചു വണ്ടി ഓടിച്ചാൽ എങ്ങനെ ഇരിക്കും? എന്ന് പറയുന്നത് പോലെ ദൈവം അനുഗ്രഹിച്ചവന്
പിന്നെ ഈ കാണുന്ന നന്മകളെല്ലാം ചെറുതായിട്ടേ തോന്നത്തുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ദൈവം അനുഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ബാക്കി കാണുന്ന നന്മകളെല്ലാം ചെറുതായിട്ടേ തോന്നത്തുള്ളൂ. നമ്മൾ അതിനെപ്പറ്റി അബ്രഹാം അതിന് വലിയൊരു മാതൃകയാണ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ വലിയൊരു അബദ്ധം ആ കാര്യത്തിൽ പറ്റിയെങ്കിലും അതിൽ നിന്ന് പഠിച്ചതിന് ശേഷം മൽക്കീസദക്ക് അല്ലെങ്കിൽ രാജാവിനോട് അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്: നീ എന്നെ അനുഗ്രഹിച്ചു എന്ന് വരാതിരിപ്പാൻ ഇതിൽ നിന്ന് ഒരു ചെരുപ്പിന്റെ വാറുപോലും ഞാൻ എടുക്കത്തില്ല. കാരണം എന്താ? അവന്റെ മേലുള്ള ഒരു വാഗ്ദത്തം, ദൈവം എന്നെ അനുഗ്രഹിക്കും. എന്നെ വേറെ ആരുമല്ല അനുഗ്രഹിക്കുന്നത്, ദൈവമാണ് എന്നെ അനുഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആരുടെ പുറകെ പോണം? ദൈവത്തിന്റെ പുറകെ പോണം. ഇന്നലെ രാവിലെ സങ്കീർത്തനം വായിച്ചപ്പോൾ അച്ഛൻ ആ സങ്കീർത്തനത്തിൽ ഒരു വാക്യം ഇപ്രകാരം ഉണ്ടായി: സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്, കാരണം നിനക്ക് തരുന്നത് ദൈവമാണ്. ആ ദൈവത്തിലാണ് നീ മനസ്സ് വെക്കേണ്ടത്. ഇന്ന് രാത്രി നാം ചിന്തിക്കുന്നത് ബഥേലിലേക്ക് മടങ്ങി വരിക. ബഥേൽ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ബഥേൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയാമോ? ദൈവത്തിന്റെ വീട്, ഹൗസ് ഓഫ് ദ ലോർഡ്. ദൈവത്തിന്റെ വീടെന്നാണ് ബഥേലിന്റെ അർത്ഥം. എന്നാൽ അബ്രഹാം താൻ പാർത്തിരുന്ന സ്ഥലത്ത് വലിയൊരു ക്ഷാമമുണ്ടായി. ബഥേലിൽ അബ്രഹാം ഒരു യാഗം കഴിച്ചതായി നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം ഇവനോട് ഈ വാഗ്ദത്തം ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ ബഥേലിൽ ചെന്ന് ദൈവത്തിന് ഒരു യാഗം കഴിച്ചു. വായിച്ചിട്ട് 12-ാം അധ്യായം 7-ാമത്തെ 8-ാമത്തെ വാക്യം. യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി നിനക്ക് സന്തോഷിക്കാൻ ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളിച്ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. അവൻ അവിടെ നിന്ന് ബഥേലിന്റെ കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബഥേൽ പടിഞ്ഞാറും ആയി കിഴക്കുമായി കൂടാരം അടിച്ചു. അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അപ്പം അബ്രഹാം യാഗപീഠം പണിതത് ഹൗസ് ഓഫ് ദ ലോർഡ്, ദൈവത്തിന്റെ വീട്ടിൽ വെച്ച് അവൻ ഒരു യാഗപീഠം പണിത് ആരാധന കഴിച്ചു. ഈ ആരാധന കഴിഞ്ഞ് അബ്രഹാമിന്റെ അടുത്ത ജീവിതത്തിന്റെ സ്റ്റെപ്പ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ദൈവമാണ് അനുഗ്രഹം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുവൻ, അവന്റെ ജീവിതത്തിൽ ഒരു കഷ്ടതയുടെ, ഒരു ശോധനയുടെ നിമിഷം വന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെ രാവിലെ നമ്മൾ ചിന്തിക്കുന്നുണ്ടായി. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുന്നു, ദൈവം ഫെലിസ്ത്യരെ, അമോന്യരെ, യബൂസ്യരെ ഒക്കെ വെച്ചത് ഇസ്രായേൽ മക്കളോട് യുദ്ധം ചെയ്യുന്നുണ്ട്. അവരോട് യുദ്ധം ചെയ്യാൻ. എന്തിനറിയാം? ഇവർ യുദ്ധം അഭ്യസിച്ചിട്ടില്ല, ഇവരെ കൊണ്ട് യുദ്ധം ഇവരെ അഭ്യസിപ്പിക്കുക. ഒപ്പം തന്നെ അതിന്റെ താഴോട്ടുള്ള വാക്യങ്ങൾ പറയുന്നു, നിന്റെ ദൈവമായ യഹോവ മോശ മുഖാന്തരം അരുളിച്ചെയ്ത കൽപ്പനകൾ നീ തെറ്റിക്കുമോ ഇല്ലയോ എന്ന് പരീക്ഷിക്കുവാൻ ഈ ജാതികളെ അവർക്ക് വെച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നത്, ഹല്ലേലൂയ സ്തോത്രം, സാത്താൻ കിട്ടുന്നതാണെന്ന് എപ്പോഴും വിചാരിക്കരുത്. ഹല്ലേലൂയ സ്തോത്രം. ദൈവഹിതം എന്തെന്ന് അറിഞ്ഞ് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യണം. ഹല്ലേലൂയ സ്തോത്രം. മിക്കവാറും പ്രശ്നങ്ങൾ വരുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഈ സാഹചര്യത്തിൽ നീ ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തം നീ ഓർക്കാതെ മറ്റൊരിടത്ത് പോകുന്നുണ്ടോ എന്നറിയാനാണ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് അബ്രഹാമിനോട് ദൈവം കൽപ്പിച്ചപ്പോൾ ഇപ്പോൾ അബ്രഹാമിന് ക്ഷാമം വന്നിരിക്കുകയാണ്. ജീവിതത്തിന്റെ പല മേഖലകളിലും നമ്മൾ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വാസി എന്നുള്ള നിലയ്ക്ക്, ഹല്ലേലൂയ സ്തോത്രം, ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് അവന് ഞെരുക്കത്തെക്കാൾ പ്രധാനം ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങളാണ്. ഹല്ലേലൂയ സ്തോത്രം. ഞെരുക്കമല്ല അവന് വിഷയം, ദൈവത്തിന്റെ വാക്കിന് വേണ്ടി കാത്തിരിക്കുവാൻ അവൻ തയ്യാറാകണം. ഹല്ലേലൂയ സ്തോത്രം. എങ്കിൽ മാത്രമേ ബഥേലിൽ നിനക്ക് ആരാധന ഉണ്ടാകത്തുള്ളൂ. അബ്രഹാം ബഥേലിൽ ആരാധന കഴിച്ചിട്ട് അടുത്ത വാക്യം വായിക്കുന്നു. 12-ാം അധ്യായം 10-ാമത്തെ വാക്യം.
ദേശത്ത് ക്ഷാമമുണ്ടായി. ദേശത്ത് ക്ഷാമമുണ്ടായി. ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട്. ദേശത്ത് ക്ഷാമമുണ്ടായെന്ന് മാത്രമല്ല, കണ്ടോ, ശോധന ഉണ്ടായെന്ന് മാത്രമല്ല, ആ ശോധന അതിന്റെ ഹൈ എൻഡിലെത്തി നിൽക്കുകയാണ്. അത് കഠിനമായി. അപ്പൊ എന്ത് ചെയ്യണം? ബുദ്ധിക്കനുസരിച്ച് ധാന്യമുള്ള ഒരിടത്തോട്ട് നീ മാറി താമസിക്കും. അതാണ് ബുദ്ധിയുടെ ആലോചന. മാനുഷിക ബുദ്ധി പ്രകാരം, മനുഷ്യന്റെ പ്ലാൻ പ്രകാരം ഒരു ദേശത്ത് ക്ഷാമം വന്നാൽ നീ ആ ക്ഷാമമുള്ള ദേശം വിട്ട് എങ്ങോട്ട് പോകണം? ക്ഷാമമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് മാറി താമസിക്കണം. എന്നാൽ ദൈവം അവനോട് പോകാൻ പറഞ്ഞ സ്ഥലം ഏതാ? കനാൻ. കേട്ടോ, കനാനിലോട്ട് പോകുവാൻ ഇറങ്ങിയ അബ്രഹാം ബഥേലിലെ ആരാധന കഴിഞ്ഞ് ദൈവം അവനോട് പറഞ്ഞു, ഈ കാണുന്ന സ്ഥലം ഞാൻ നിനക്ക് നിന്റെ സന്തതിക്ക് അവകാശമായി തരുമെന്ന് പറഞ്ഞ് ആരാധന കഴിച്ചിറങ്ങിയവന് ജീവിതത്തിൽ അടുത്തതൊരു ശോധനയാണ്. താൻ മാത്രം പട്ടിണി അനുഭവിക്കുകയാണെങ്കിൽ താൻ അനുഭവിക്കാം, എന്നാൽ തന്റെ കുടുംബത്തെ കൂടെ, തന്റെ കൂടെ പറ്റി നിൽക്കുന്നവരെ കൂടെ ബാധിക്കുന്ന ഒരു വിഷയമാണ്, ഇല്ലേ? പലപ്പോഴും നമ്മൾ സഹിക്കുവാൻ തയ്യാറാണ്, എന്നാൽ നമ്മുടെ സാഹചര്യങ്ങൾ കൂടെ അത് ബാധിക്കപ്പെട്ടാലും ഞാനത് സഹിക്കുവാൻ തയ്യാറാണ്, എന്നാൽ എന്റെ ഭാര്യയെ കൂടെ ബാധിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ മാനുഷികമായ ഒരു ആലോചന സ്വീകരിക്കുന്നത് നല്ലതല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ വാഗ്ദത്തം. കുഞ്ഞെ, നീ തലപൊക്കി നോക്കുക. ഇതാണ് നിനക്ക് കാണുന്ന സ്ഥലം. ആ സ്ഥലത്ത് പോകേണ്ടിയവൻ ഇപ്പോൾ എങ്ങോട്ട് പോയെന്നാ വായിക്കുന്നത്? വായിച്ചിട്ട് അടുത്ത വാക്യം, 10ാമത്തെ വാക്യം. മിസ്രയീമിൽ ചെന്ന് പാർപ്പാൻ അബ്രഹാം അവിടേക്ക് പോയി. മിസ്രയീമിൽ ചെന്ന് പാർപ്പാൻ അബ്രഹാം അവിടേക്ക് പോയി. ദൈവം പറഞ്ഞ വാഗ്ദത്തം നാട്ടിൽ എന്തില്ല? മിസ്രയീമില്ല. ദൈവം പറഞ്ഞ വാഗ്ദത്തം കനാന. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിനകത്തിൽ മിസ്രയീം എന്ന് പറഞ്ഞ സ്ഥലമില്ല. അതൊരു അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാകട്ടെ, അതൊരു ധാന്യമുള്ള സ്ഥലമാകട്ടെ, അത് ക്ഷാമമില്ലാത്ത അവസ്ഥയായിരിക്കട്ടെ, അത് വളരെ സെക്യൂർ ആയിട്ടുള്ള പ്ലേസ് ആയിട്ട് നിനക്ക് തോന്നുമെങ്കിലും ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിനകത്തിൽ അങ്ങനെ ഒരു സ്ഥലമില്ല. എന്നാൽ ക്ഷാമം കഠിനമായപ്പോൾ, ക്ഷാമം വന്നപ്പോഴല്ല, ക്ഷാമം കഠിനമായപ്പോൾ അബ്രഹാം പറഞ്ഞു, നമുക്ക് മിസ്രയീമിൽ പോകാം. നിങ്ങൾ വീട്ടിൽ ചെന്ന് ആ ഭാഗം വായിച്ചോളൂ. ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ 16ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവളുടെ നിമിത്തം അവൻ അബ്രഹാമിന് നന്മ ചെയ്തു. വാക്യം വളരെ ശ്രദ്ധിച്ചു വായിക്കണം. ആദ്യത്തെ വാക്യം വാഗ്ദത്തം നമ്മൾ ശ്രദ്ധിച്ചു. ഹല്ലേലൂയ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഇപ്പോൾ ഇവിടെ വാക്യം പറയുന്നു അവളുടെ നിമിത്തം. ആരുടെ നിമിത്തം? സാറ നിമിത്തം അബ്രഹാമിന് ഒരു അനുഗ്രഹം കിട്ടി. ശ്രദ്ധിച്ചോ, സാറ നിമിത്തം അബ്രഹാമിനൊരു അനുഗ്രഹം കിട്ടി. ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത് നല്ലതാണ്. പക്ഷേ അത് ഏത് വഴിയാണ്, ഏതിന്റെ റൂട്ട് എന്താണെന്ന് മനസ്സിലാക്കണം. അനുഗ്രഹങ്ങൾ എപ്പോഴും നല്ലതാച്ചാ. എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട് കാണണമെന്ന, ദേശത്ത് പട്ടിണി കിടക്കണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അനുഗ്രഹിക്കപ്പെടണം തന്നെയാണ്. പക്ഷെ നീ ആര് കാരണമാണ് അനുഗ്രഹിക്കപ്പെടുന്നത്? ദൈവത്തിന്റെ വാഗ്ദത്തമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനെ അനുഗ്രഹിക്കേണ്ടത് ദൈവമാണ്. അല്ലെങ്കിൽ 10,000 ദിർഹംസ് കയ്യിൽ വന്ന് കയറിയാലും, ഹല്ലേലൂയ, സ്തോത്രം, 4 വഴി പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേന് 5 പൈസ കൈ കാണത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം അനുഗ്രഹിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുള്ളവൻ, അവന്റെ ഉത്തരവാദിത്വം ദൈവമാ. ക്ഷാമകാലത്ത് പ്രവാചകനെ, ഹല്ലേലൂയ, കാക്കയെ കൊണ്ട് പോറ്റിയ ഒരു ദൈവമാ. കുടിക്കാൻ വെള്ളമില്ല, ഉണ്ടാക്കുവാൻ മാവില്ല, പക്ഷേ കാക്ക അവനെ തേടി വരുമായിരുന്നു അവനിരിക്കുന്ന സ്ഥലത്തേക്ക്.
അവനിരിക്കുന്ന ഇടത്തേക്ക്. ക്ഷാമമുണ്ടെന്ന് വിചാരിച്ച് വാഗ്ദത്തങ്ങളെ വിട്ടോടുന്നവനല്ല വിശ്വാസി. ഹല്ലേലൂയ, സ്തോത്രം. അബ്രഹാമിന്റെ പുത്രന്മാർ മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. ബഥേലിൽ നിന്ന് അബ്രഹാം, ദൈവത്തിന്റെ ഭവനത്തിൽ നിന്ന് അബ്രഹാം ക്ഷാമം വന്നു എന്നറിഞ്ഞപ്പോൾ അവന്റെ ജീവിതത്തിൽ അവനൊരു തെറ്റായ തീരുമാനം, ദൈവത്തോട് പോലും ആലോചിക്കാതെ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടു. എങ്ങനെ? അവന്റെ ഭാര്യ കാരണം അവനൊരു നന്മ ലഭിച്ചു. പക്ഷേ ഭാര്യ ഇവിടെ, നിങ്ങളത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും, ഭാര്യ ഇപ്പോൾ സ്വന്തം ഭാര്യയല്ല, ഫറവോന്റെ കൊട്ടാരത്തിൽ. കാരണം ഈ അനുഗ്രഹം ലഭിക്കാൻ ആ ദേശത്ത് പോകാൻ അവനൊരു കുറുക്കു വഴി കണ്ടു. തൻ്റെ ഭാര്യ സാറ അതീവ സുന്ദരിയാണ്. അത് മനസ്സിലാക്കി അബ്രഹാം അവളോട് പറഞ്ഞു, നീ അവിടെ ചെല്ലുമ്പോൾ നീ പറയണം, നീ എൻ്റെ സഹോദരിയാണ് പറയണം. അവിടെ ചെന്നപ്പോൾ എല്ലാവരും പറഞ്ഞു സഹോദരിയാണ്. വചനം വായിക്കുന്നത് ഇപ്രകാരമാണ്: ദേശത്തിലെ പ്രമുഖന്മാർ അവളുടെ സൗന്ദര്യത്തെപ്പറ്റി രാജകൊട്ടാരത്തിൽ പ്രകീർത്തിച്ചു. അത്രയ്ക്ക് സുന്ദരിയായിരുന്നു സാറ, അത്രയ്ക്ക് സൗന്ദര്യമുള്ളവളായിരുന്നു സാറ. ദേശത്തിലെ പ്രഭുക്കന്മാർ അവളെ പറ്റി കൊട്ടാരത്തിൽ വന്ന് പറഞ്ഞത് കേട്ടപ്പോൾ രാജാവ് അവളെ കൊട്ടാരത്തിൽ വിളിപ്പിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവ പൈതലേ, ഹല്ലേലൂയ, സ്തോത്രം. യോനയുടെ അനുഭവം നിങ്ങൾക്കറിയല്ലേ? പോകാൻ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞു പോയി. ഹല്ലേലൂയ. സ്വന്തം പ്ലാൻ അനുസരിച്ച് വേറൊരു സ്ഥലത്തേക്ക് പോയി. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം കരുണയുള്ളവനാണ്, ദീർഘക്ഷമയുള്ളവനാണ്. പലപ്പോഴും നമ്മുടെ വാഗ്ദത്തങ്ങളിൽ നമ്മൾ വിട്ടുപോയി അത് പ്രാപിക്കാതെ വരുമ്പോൾ ദൈവം നമ്മളെ തിരിച്ചു കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന ശ്രമങ്ങളാണ് ഇതൊക്കെ. മനസ്സിലായോ? നമ്മളെ ആ ട്രാക്കിലേക്ക് വീണ്ടും കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ശ്രമങ്ങളാണിതൊക്കെ. നിങ്ങൾ കണ്ടിട്ടില്ലേ? റോഡുകളിൽ അല്ലെങ്കിൽ വളവുള്ള സ്ഥലങ്ങളിൽ പരുക്കനാക്കിയിടും ഇല്ലേ? വണ്ടി ടയർ അതിന് കയറുന്നുണ്ട്, നമുക്കറിയാം. ഉറങ്ങുന്ന ആളാണെങ്കിലും ഇത് റോഡിൽ ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ചിട്ടുണ്ടല്ലേ? ആ ട്രാക്ക് മാറിക്കഴിഞ്ഞാൽ അതിൽ കയറിയാൽ സൗണ്ട് ഉണ്ടാക്കും ഇല്ലേ? കടകടാന്നുള്ള സൗണ്ട് കേൾക്കും. ആ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാകും ഞാനിപ്പോൾ ട്രാക്കിലല്ല, എന്തോ റോങ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ നമ്മളെ ട്രാക്കിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവം ചില പദ്ധതികൾ ഒരുക്കും, നമ്മൾ തെറ്റിപ്പോയാലും. കാരണം ദൈവത്തിന്റെ ആഗ്രഹം നീ ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിക്കണം. അതിൽ നിന്ന് വിട്ടുപോകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഒരപ്പന്റെ ഹൃദയമാണ് ദൈവത്തിന്. ഹല്ലേലൂയ. ഈ ഒരു മനസ്സ് ദൈവമായിട്ടുള്ള ആറ്റിറ്റ്യൂഡിൽ നമുക്കില്ല. നമ്മൾ ചിന്തിക്കുന്നു ഇത്രയും നാളും ഞാൻ ജീവിച്ചത് വ്യർത്ഥമാണ്, ഇത്രയും നാൾ ഞാൻ മെനക്കെട്ടു, കഷ്ടപ്പെട്ടു, ഒന്നും സമ്പാദിച്ചില്ല. ദൈവം ഇന്ന് രാത്രിയും ആലോചന പറയും, നിന്നെ ആ ട്രാക്കിലേക്ക് ദൈവം വലിച്ചുകൊണ്ടിരിക്കുക. നീ ആ ട്രാക്കിലേക്ക് ദൈവം കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നു, ഫറവോന്റെ ഉറക്കം അവൻ കെടുത്തി. ആ വാഗ്ദത്തം പ്രാപിച്ചവൻ ഫറവോന്റെ കൊട്ടാരത്തിലല്ല ഇരിക്കേണ്ടത്, ദൈവത്തിന്റെ ഭവനത്തിലായിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. വാഗ്ദത്തം പ്രാപിച്ചവൻ ബേഥേലിലാണ് ഇരിക്കേണ്ടത്, ഫറവോന്റെ കൊട്ടാരത്തിലല്ല ഇരിക്കേണ്ടത്. ഒരു പക്ഷേ ഫറവോന്റെ കൊട്ടാരത്തിൽ സമൃദ്ധി കാണും, ഫറവോന്റെ കൊട്ടാരത്തിൽ വീഞ്ഞ് കാണും, ഫറവോന്റെ കൊട്ടാരത്തിൽ നിനക്ക് വേണ്ടുന്ന എല്ലാ ഓപ്ഷൻസും കാണും. ഫറവോൻ നിന്നെ അനുഗ്രഹിച്ചു എന്ന് വന്നേക്കാം. പക്ഷെ ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിച്ച ദൈവത്തിന്റെ പൈതലെ, നീ ഇരിക്കേണ്ട സ്ഥലം മിസ്രൈമല്ല, നീ ഇരിക്കേണ്ട സ്ഥലം ഫറവോന്റെ കൊട്ടാരമല്ല, നീ ഇരിക്കേണ്ട സ്ഥലം ബേഥേലത്രേ, ദൈവത്തിന്റെ ഭവനം. അവിടെ നിന്ന് ഫറവോനെ തെന്നിപ്പിച്ച് അബ്രഹാമിന് മനസ്സിലായി തന്നെ അനുഗ്രഹിക്കുന്നത് ഇവൾ മുഖാന്തരം ഒരു അനുഗ്രഹമല്ല, ദൈവം എന്നെ അനുഗ്രഹിച്ചാൽ ശരിയാണ്. ആരാധിക്കേണ്ട സമയത്ത്, ആരാധന ദൈവഭവനത്തിൽ ഇരിക്കേണ്ട സമയത്ത് ജോലിക്ക് പോയാൽ, ദൈവഭവനത്തിലിരിക്കുന്ന സമയത്ത് മറ്റുള്ളതിൻ്റെ പുറകെ പോയാൽ ഒരു പക്ഷേ ഹല്ലേലൂയ നമ്മൾ ചിന്തിക്കുമായിരിക്കും, ഞാനത് പോയില്ലെങ്കിൽ ഹല്ലേലൂയ ആ ഒരു നന്മ എനിക്ക് നഷ്ടപ്പെടുമെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ നീ ഇരിക്കേണ്ടിടത്തിരിക്കുക. ഹല്ലേലൂയ, വരേണ്ടത് നിന്റെ അടുത്ത് വന്നേക്കും.
ഹല്ലേലൂയ സ്തോത്രം. ചൂരച്ചെടിയുടെ നടുവിലാണ് നീ ഇരിക്കുന്നതെങ്കിലും ഹല്ലേലൂയ സ്തോത്രം, മറ്റാർക്കും കിട്ടാത്ത ഹല്ലേലൂയ ചൂടുള്ള അട നിന്റെ അടുക്കൽ വരും. ഹല്ലേലൂയ സ്തോത്രം. മറ്റാർക്കും കിട്ടാത്ത അപ്പവും ഇറച്ചിയും നിന്റെ അടുക്കൽ ദൈവം കൊണ്ടുതരും. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ ഭവനത്തിലെ ആരാധന വിട്ട്, ദൈവത്തിന്റെ ഭവനത്തിലെ ഹല്ലേലൂയ സ്തോത്രം വിട്ട്, ദൈവത്തിന് കൊടുക്കേണ്ട സമയം കൊടുക്കാതെ, ദൈവത്തിന്റെ അടുക്കൽ ഇരിക്കേണ്ട സമയം കൊടുക്കാതെ ഹല്ലേലൂയ നീ ഫറവോന്റെ കൊട്ടാരത്തിൽ ഹല്ലേലൂയ നിന്റെ ബിസിനസ്സുമായി പോയാൽ, നിന്റെ പദ്ധതികളുമായി പോയാൽ ഹല്ലേലൂയ സ്തോത്രം, നിനക്ക് അവിടെ ഇരിപ്പ് വരത്തില്ല, നീ അവിടെ അനുഗ്രഹിക്കപ്പെടത്തില്ല. ഒരു വാക്യം കൂടെ വായിച്ച് ഈ മെസ്സേജോട് അവസാനിപ്പിക്കുക. 13-ാം അധ്യായം 1-ാമത്തെ വാക്യം, 2-ാമത്തെ വാക്യം, 3-ാമത്തെ വാക്യം. ഇങ്ങനെ അബ്രഹാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനോടുകൂടെ ലോത്തും മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്ത് വന്ന് കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. അവൻ തന്റെ യാത്രയിൽ തെക്ക് നിന്ന് ബെഥേൽ വരെയും ബെഥേലിൽ നിന്നും ഹായിക്കും മധ്യേ തനിക്ക് ആദിയിൽ കൂടാരമുണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപീഠമിരുന്നതുമായ സ്ഥലം വരെയും ചെന്നു. അവിടെ അബ്രഹാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. ആമേൻ. അവിടെ അബ്രഹാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അപ്പം അബ്രഹാം ഇപ്പോൾ എവിടെ തിരിച്ചു വന്നു? ബഥേലിൽ തിരിച്ചു വന്നു. ബഥേലിൽ നിന്ന് ആരാധന കഴിഞ്ഞ് ഇറങ്ങിയവന്റെ ജീവിതത്തിൽ കയ്പിന്റെ അനുഭവങ്ങൾ വന്നപ്പോൾ അവൻ മിസ്രയീമിൽ എത്തിച്ചേർന്നു. ഹല്ലേലൂയ സ്തോത്രം. അനുഗ്രഹങ്ങൾ അവിടെയും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഹല്ലേലൂയ ബഥേലിൽ ലഭിച്ചതിനേക്കാൾ കൂടിയ അനുഗ്രഹങ്ങളായിരുന്നിരിക്കാം. പക്ഷേ ചിലർ ഉറക്കം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ സ്തോത്രം. സമാധാനം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. അബ്രഹാമിന് മനസ്സിലായി, ഞാൻ ഈ ദേശത്തല്ല ഇരിക്കേണ്ടത്, ഞാൻ യാഗപീഠം പണിത സ്ഥലം വരെ എത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇതിൽ നിന്നൊരു മടങ്ങി വരവ് എൻ്റെ ജീവിതത്തിന് അത്യാവശ്യമാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെയല്ല ഞാൻ ഇരിക്കേണ്ടത്. ഹല്ലേലൂയ സ്തോത്രം. ഈ ഒരു തിരിച്ചറിവാണ് ഹല്ലേലൂയ വാഗ്ദത്തങ്ങളിൽ നമ്മളെ പിടിച്ചു നിർത്തുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഇതിനാണ് ഹല്ലേലൂയ സ്തോത്രം അനുതാപം എന്ന് പറയുന്നത്. ഓരോ ദിവസവും എത്രയോ പ്രാവശ്യം ഒരു ദിവസം തന്നെ എത്രയോ പ്രാവശ്യം നമ്മൾ ബഥേൽ വിട്ട് ഹല്ലേലൂയ ഫറവോന്റെ കൊട്ടാരത്തിൽ പോകുന്നുണ്ടെന്നറിയാമോ? ഹല്ലേലൂയ നമ്മുടെ ചിന്തകളിൽ കൂടെ, നമ്മുടെ വാക്കുകളിൽ കൂടെ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ കൂടെ ഹല്ലേലൂയ നമ്മൾ അറിയാതെ തന്നെ ഹല്ലേലൂയ ബഥേൽ വിട്ട് നമ്മൾ എത്രയോ പ്രാവശ്യം ഫറവോന്റെ കൊട്ടാരത്തിൽ കയറിയിട്ടുണ്ട്. രാത്രി ഈ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു: വിശ്വാസികളുടെ പിതാവായ അബ്രഹാം താൻ ഇരിക്കേണ്ട സ്ഥലം അതല്ല, താൻ അനുഗ്രഹിക്കപ്പെടേണ്ട സ്ഥലം അതല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ താൻ ആദ്യം യാഗം കഴിച്ചതായ, താൻ കൂടാരം വലിച്ചതായ ബഥേലിലേക്ക് മടങ്ങി. കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കും.